കമ്മ്യൂണിസ്റ്റ് ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന പൊതുധാരണ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. യുഡിഎഫ് ഭരണത്തിൽ ഓരോ മന്ത്രിയും ഓരോ സാമ്രാജ്യമായിരുന്നെങ്കിൽ എൽഡിഎഫ് സർക്കാരിനെ നയിക്കാൻ ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂവെന്നും കോടിയേരി. ദേശാഭിമാനി ലേഖനത്തിലാണ് കോടിയേരി തുറന്നടിച്ചത്. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ കോടിയേരി പറയുന്നത്? സൗമ്യ, ലോ അക്കാദമിയിൽ നടന്ന സമരവും ചൂണ്ടിക്കാട്ടിയാണ് മുന്നണിയും ഭരണവും എന്ന ലേഖനം കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടി സെക്രട്ടറി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് BJPയോടും RSSനോടും എത്രമാത്രം മൃദുത്വമാണ് കോൺഗ്രസ് മുസ്ലിം കക്ഷികളും അവരുടെ നേതാക്കളും കാണിക്കുന്നതെന്ന് പേരൂർക്കടയിലെ സമരസ്ഥലത്തെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് AK ആന്റണിയും മുസ്ലിം ലീഗ് നേതാവ് ഹൈദരാലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും BJPയെ ആശീർവദിക്കാനായി എത്തി. മോദി സർക്കാർ സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധിക്കെതിരെ LDFുമായി ചേർന്ന് സമരം നടത്താൻ വിസമ്മതിച്ച BM സുധീരനും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗിനും BJPയും കൂട്ടുകൂടി സമരം നടത്തുന്ന കാഴ്ചയാണ് ലോ അക്കാദമിക്ക് മുന്നിൽ കണ്ടത്. അവർക്ക് യാതൊരു തരത്തിലുള്ള മടിയും ഉണ്ടായിരുന്നില്ല. ലോ അക്കാദമി സമരത്തെ ഇക്കൂട്ടർ സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരമാക്കി മാറ്റിയിരുന്നു. യഥാർത്ഥത്തിൽ BJP സ്പോൺസർ ചെയ്ത സമരത്തിന്റെ പിടിയിൽ കോൺഗ്രസ് വീഴുകയായിരുന്നു എന്നാണ് ഈ ലേഖനത്തിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇത് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ LDFനെ സ്നേഹിക്കുന്ന എല്ലാവരും തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന കോലീബി സഖ്യം അല്ലെങ്കിൽ കൂട്ടുകെട്ട് പുതിയ ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോ അക്കാദമി സമരവും അനുബന്ധ സംഭവങ്ങളും ജാഗ്രതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ കോലീഗ്, അതായത് കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഇത് ഏത് ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാം എന്നതാണ്. RSSനോടും BJPയോടുമുള്ള UDFന്റെ എതിർപ്പ് തൊലിക്ക് പുറത്ത് ഉള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ലോ അക്കാദമി സമരം എന്നും അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റു ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല ജനാധിപത്യ പ്രസ്ഥാനത്തിനാകെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഭരണ സംവിധാനമായി BJP ഭരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ ഇടതുപക്ഷം നിലപാടുകൾ കൈക്കൊണ്ടു പോകുമ്പോൾ BJP അവർക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കോടിയേരി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സൗമ്യ, സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി വിഷയത്തിൽ പ്രതികരിച്ചാണ് കോടിയേരിയുടെ ലേഖനം വന്നിരിക്കുന്നത്.